അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അമ്മാ ബഅദ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ശഅബാൻ മാസമാണ്. ശഅബാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായിട്ട് നോമ്പ് നോക്കാറുണ്ടായിരുന്നു. അത് സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലുമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതായ, തിരുത്തേണ്ടതായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള പ്രവാചക പത്നി വലിയ വിജ്ഞാനമുള്ള സ്വഹാബ വനിതയാണല്ലോ. അവരൊക്കെ ചെയ്തിരുന്നത് എന്താണെന്നറിയോ? റമളാനിൽ നഷ്ടപ്പെട്ട നോമ്പ് ഈ ശഅബാനിലെങ്കിലും നോറ്റുവീട്ടുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും നോറ്റുവീട്ടാൻ നോമ്പുള്ള സഹോദരിമാരും മറ്റുള്ള ആളുകളൊക്കെ റമളാൻ വരുന്നതിന് മുമ്പായിട്ട് നോമ്പ് നോക്കാൻ ശ്രദ്ധിക്കുക. ഇനി റമളാൻ വന്നിട്ടും സാധിക്കാത്ത ആളുകൾ ഈ റമളാൻ കഴിഞ്ഞിട്ടെങ്കിലും അത് വല്ലാതെ നീട്ടിക്കൊണ്ടുപോകാതെ നോക്കുക എന്നാണ്. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്നാണ് ഖുർആന്റെ പരാമർശം. മറ്റുള്ള ദിവസങ്ങളിൽ നോക്കുക എന്നുള്ളതാണ്. ഇവിടെ ശഅബാൻ മാസത്തിൽ സഹോദരങ്ങളെ, ശഅബാൻ 15 ബറാത്ത് രാവ് എന്ന് പറയും. അന്ന് നോമ്പ് നോൽക്കാറുണ്ട് ആളുകൾ. അന്നേ ദിവസം പ്രത്യേകമായിട്ടൊരു നോമ്പ് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് ശഅബാനിൽ ഇങ്ങനെ ധാരാളം നോമ്പ് നോക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ആ നിലക്ക് നോക്കാം. അതല്ല എങ്കിൽ അയ്യാമുൽ ബീദ്, ഓരോ ചന്ദ്രമാസത്തിലെയും റമളാൻ ഒഴികെ 13, 14, 15 ദിവസങ്ങൾ നോമ്പ് നോക്കാം. അതിന്റെ ഭാഗമായി എന്നല്ലാതെ ബറാത്ത് രാവിന്റെ നോമ്പാണ് എന്നുള്ള നിയ്യത്തോടുകൂടെ ഒരു നോമ്പ് നോക്കാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ അന്ന് ആളുകൾ എന്ത് ചെയ്യും? 3 യാസീനോതും. ഒന്ന് ദീർഘായുസ് ലഭിക്കുവാനും, മറ്റൊന്ന് റിസ്ക് വർദ്ധിക്കുവാനും, റിസ്ക് കിട്ടുവാനും, അതുപോലെ തന്നെ മരണം നന്നാകുവാനും ഒക്കെ 3 യാസീനൊക്കെ ഓതാറുണ്ട്. അതൊന്നും നബിയോ സഹാബത്തോ ചെയ്തിട്ടില്ല, ചെയ്യാറുള്ള കാര്യമല്ല. അതുപോലെ തന്നെ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുന്നു ചില ആളുകൾ. ഇതൊന്നും തന്നെ പ്രവാചകന്റെ മാതൃകയില്ലാത്തതാണ്. ചില ആളുകൾ എന്താ വിശ്വസിക്കുന്നത്? ഖുർആൻ ഇറങ്ങിയത് തന്നെ ശഅബാൻ 15 അത് വളരെയധികം തെറ്റാണ്. കാരണം എന്താ? ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് സംശയത്തിന് അവകാശമില്ലാത്ത വണ്ണം വളരെ വ്യക്തമായി കൃത്യമായി പറയുന്ന കാര്യം എന്താ? ഈ വിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ അത് റമളാനിലാണ് അവതരിച്ചത് എന്നുള്ളതാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നാണ് 2-ാം അധ്യായം 185 പറയുന്നത്. റമളാൻ മാസത്തിലാണ് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ്. സൂറത്തുൽ ഖദറിന്റെ 1-ാമത്തെ വചനം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് നാം ഇത് അവതരിപ്പിച്ചത് എന്നാണ്. ലൈലത്തുൽ ഖദർ എപ്പോഴാ? റമളാനിലാണ്. അത് തന്നെയാണ് സൂറത്ത് ദുഹാനിൽ പറയുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായിട്ടുള്ള രാത്രിയിലാണ് നാം അതിനെ അവതരിപ്പിച്ചത് എന്നാണ്. അതെപ്പോഴാ? അത് വിശുദ്ധ റമളാനിന്റെ ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന രാവാണ്. അപ്പോൾ ഖുർആൻ ഖണ്ഡിതമായി പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഖബർ സന്ദർശനം, ബറാത്തിന്റെ ആ ശഅബാൻ 15 ഖബർ സന്ദർശനം പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ഖബറുകൾ സന്ദർശിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് പ്രവാചകന്റെ ചര്യയാണ്. പ്രവാചകൻ രാത്രിയിൽ പോലും ഖബർ സന്ദർശിക്കുമായിരുന്നു. പക്ഷേ ശഅബാൻ 15 പ്രത്യേകമായിട്ട് അതൊരു സുന്നത്തില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശഅബാൻ 15 ബറാത്ത് രാവിനെ മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ പ്രത്യേകമായ നമസ്കാരം ചില ആളുകൾ നിർവഹിക്കുന്നു. അതൊക്കെ തന്നെയും അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയില്ലാത്തതാണ്. അതുപോലെ ഞാൻ ഇന്നലെ ഒരു മരണ വീട്ടിൽ പോയി. അവിടെ പറയാൻ ശഅബാനിന്റെ ഹക്ക് കൊണ്ട്, പവിത്രമായ ശഅബാനിന്റെ ഹക്ക് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേന്ന്. അങ്ങനെ ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലില്ല, ഹദീസുകളിലില്ല. ഒന്നിന്റെയും ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള പ്രാർത്ഥന ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നേരിട്ട് അല്ലാഹുമ്മ റബ്ബനാ റബ്ബി എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥന എന്ന് മനസ്സിലാക്കുക.
അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശഅബാൻ 15 പോരിഷയായിട്ട് പറയുന്നത് ഇന്നല്ലാഹ അസ്സ വജല്ല യൻസിലു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാന ഇല സമാഇ ദുനിയ ഫയഗ്ഫിറു ലിഅക്തരി മിൻ അദദി ശഅരി ഗനമി ഖൽബിൻ. അതായത് കൽബ് ഗോത്രം എന്ന് പറഞ്ഞ ആ ഒരു ഗോത്രം ഉണ്ടായിരുന്ന, അവർക്ക് ഒരുപാട് ആട്ടിൻ പറ്റങ്ങൾ ഉണ്ടായിരുന്ന, ആ ആട്ടിൻ പറ്റങ്ങൾക്ക് എത്ര രോമങ്ങളുണ്ടോ അതിലധികം പാപങ്ങൾ ജനങ്ങൾക്ക് അല്ലാഹു തആല ഈ ബറാത്തിന്റെ അന്ന് പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടൊരു വചനമുണ്ട്. ആ വചനം തിർമിദിയുടെ ഗ്രന്ഥത്തിൽ 739-ാമത്തെ വചനമാണ്. പക്ഷേ ഇമാം ബുഖാരി റഹിമഹുല്ലാ അത് ദുർബലമാണ് എന്ന് പറഞ്ഞതായിക്കൊണ്ട് മഹാനായ ഇമാം തിർമിദി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. വഖാല സമിഅ്തു മുഹമ്മദൻ യഅനി ശൈഖുൽ ബുഖാരി, മുഹമ്മദ് പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗുരു, അതായത് തുർമിദിയുടെ ഗുരുനാഥനായിട്ടുള്ള ഇമാം ബുഖാരി റഹിമഹുല്ലാ യുളഇഫു ഹാദൽ ഹദീസ്, ഈ ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മഹാനായിട്ടുള്ള അൽ ഹാഫിദ് അബുൽ ഖത്താബ് ഇബ്നു ദഹിയ അദ്ദേഹത്തിന്റെ അൽ ബാഹിസ് അലാ ഇൻകാരിൽ ബിദ്അ എന്ന് പറയുന്ന കിതാബിന്റെ 127-ാമത്തെ പേജിൽ പറയുന്നു, ഖാല അഹ്ലു തഅദീൽ വത്തജ്രീഹി ലൈസ ഫീ ഹദീസ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന ഹദീസുൻ യസിഹു. അതായത് ശഅബാൻ 15-ന്റെ ആ ദിവസത്തെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് ശ്രേഷ്ഠത പറയുന്ന ഒരു ഹദീസും സഹീഹായി വന്നിട്ടില്ല എന്ന്, സ്ഥിരപ്പെട്ട് സഹിയായി വന്നിട്ടില്ല എന്ന് ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മഹാനവറുകൾ പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് തോന്നും യാസീനല്ലേ, സൂറത്തു ദുഖാനല്ലേ, നോമ്പല്ലേ, ഖബർ സന്ദർശനമല്ലേ, അത് നല്ല കാര്യമല്ലേ എന്ന് തോന്നും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടാണ് വഫാത്തായി പോയിട്ടുള്ളത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. സൂറത്തുൽ മാഇദ 3-ാമത്തെ വചനം 5-ാം അധ്യായം. അതിൽ പറയുന്നത് മതം ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതിലേക്ക് ചേർക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ബിദ്അത്ത് അതിന് നമ്മൾ സൂക്ഷിക്കുക. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നമുക്ക് നല്ലതാണ് എന്ന് തോന്നുന്നു നമുക്ക് ചെയ്യാൻ അവകാശമില്ല. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടോ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ എങ്കിലേ സ്വീകരിക്കാൻ നിർവാഹമുള്ളൂ. ഒരു കാര്യം കൂടെ, നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സത്യവിശ്വാസികൾക്ക് ഹൗലുൽ കൗസർ എന്ന് പറയുന്ന സ്വർഗീയ പാനീയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികൾക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കും. ആ ഹൗലുൽ കൗസർ എന്ന് പറയുന്നത് പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായിട്ടുള്ള ആ സ്വർഗീയ പാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്നു കൊടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ വരും. ആ ആളുകൾ എത്താനാകുമ്പോൾ നബിയുടെയും അവരുടെയും ഇടയിൽ ഒരു മറ സ്ഥാപിക്കപ്പെടും. അപ്പൊ അള്ളാന്റെ റസൂല് പറയും, ഉമ്മത്തി ഇന്നഹും മിന്നി, അവരെന്റെ സമുദായമാണ്, അവരെന്നിൽപ്പെട്ടവരാണ് എന്ന് പറയും. ഫയുഖാൽ, അപ്പൊ നബിയോട് പറയും, ഇന്നക ലാ തദ്രി മാ ബദ്ദലു ബഅദക, പ്രവാചകരെ താങ്കൾക്കറിയില്ല താങ്കളുടെ കാലശേഷം എന്താണ് അവർ മാറ്റിമറിച്ചത് എന്ന്, പുതുതായി മതത്തിൽ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് താങ്കൾക്കറിയില്ല. ഫഅഖൂലു സുഹുകൻ ലിമൻ ബദ്ദല ബഅദി, അതുകൊണ്ട് ഞാൻ പറയും, എന്റെ കാലശേഷം ദീനിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇങ്ങനെ മാറ്റിമറിച്ച് പുതുതായി ഉണ്ടാക്കിയ ആളുകൾക്ക് അവരൊക്കെ വിദൂരമാകട്ടെ, ദൂരെ അകറ്റപ്പെടട്ടെ എന്ന് പ്രവാചകൻ പറയുന്ന സഹീഹുൽ ബുഖാരിയുടെ 7050-ാമത്തെ വചനം. ആ ഒരു അപകടമാണ് ബിദ്അത്തിന്റെ ആളുകൾക്ക് ഉണ്ടാകുക. അതുകൊണ്ട് സൂക്ഷിക്കുക. പരലോകത്ത് ഓർത്തുകൊണ്ട് ആ നന്മയുടെ കർമ്മങ്ങളുടെ ഗ്രന്ഥം അത് വലത് കയ്യിൽ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ച രൂപത്തിൽ നല്ല വിശ്വാസത്തോടുകൂടെ പരലോക ചിന്തയോടുകൂടെ ജീവിക്കുക. അല്ലാഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, അല്ലാഹുവേ റഹ്മാനായ നാഥ, അവരുടെ ഖബറിടം നീ വിശാലമാക്കി